ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ വിനാഗിരി ഒന്നും ചേർക്കാതെയാണ് ഈ അച്ചാർ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു നാടൻ മാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 3 പച്ചമാങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒന്ന് തുടച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരുന്ന 3 മാങ്ങയും ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം 1 മണിക്കൂർ ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് 1 മണിക്കൂർ മാറ്റി വയ്ക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഊറി വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഈ അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒരു കടായി നന്നായിട്ട് ചൂടായി വന്ന ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒരല്പസമയം കഴിയുമ്പോൾ നന്നായിട്ട് പൊട്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ തീ കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. ഒരല്പം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ കടുകെല്ലാം ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അല്പം ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അച്ചാറിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കടായിലേക്ക് കുറച്ച് നല്ലെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. ഈ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകുമാണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് 6 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഈ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കാം. 2 തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ വീതം കായം പൊടിച്ചതും ഉലുവാപ്പൊടിയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ പൊടികളൊക്കെ ചേർത്തത്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്തത്. ഇതിൽ ഒരുപാടങ്ങ് എരിവൊന്നുമില്ല ഈ ഒരു അച്ചാറിന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാവുന്നതാണ്. വറുത്ത് പൊടിച്ച കടുകാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മാത്രമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഈ പൊടികളെല്ലാം ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ചെറിയ തീയിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ പൊടികളും ഇപ്പോൾ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാറിൽ ഞാൻ ഒട്ടും തന്നെ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ഇതിനു മുമ്പ് മാങ്ങ അച്ചാറിൻ്റെയും നാരങ്ങ അച്ചാറിൻ്റെയും അതുപോലെ നെല്ലിക്ക അച്ചാറിൻ്റെയും ഒക്കെ റെസിപ്പികൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണണം. ഇനി ഇതിലേക്ക് ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ആ മാങ്ങ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ സമയം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അച്ചാർ തയ്യാറാക്കിയിട്ട് ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് മാങ്ങയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം ഒരു ഗ്ലാസ് കുപ്പിയിൽ ആക്കി വയ്ക്കാം. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രുചിയൂറും മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതിൽ ഒട്ടും തന്നെ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്